അളിയനെ കൊട്ടേഷൻ ടീമുകൾ വല്ലതും വന്ന് വണ്ടി ഇടിച്ചിട്ടാണ് അളിയ. നക്കി തിന്നാൻ നല്ലുപ്പില്ലേ ഈ കുടുംബത്തിൽ. എനിക്ക് ആര് കൊട്ടേഷൻ കൊടുക്കുമെന്നാണ് നീ പറയണത്? പിന്നെ ഇത് എങ്ങനെ അളിയാ സംഭവിച്ചത്? എന്നെ സത്യം പറഞ്ഞ പ്രിയദർശിനി ഇടിച്ചിട്ടതാ. എന്നെ ഇടിച്ചളിയാ ഒരു ദിവസം ബസ് സ്റ്റാൻഡ് ഞാൻ ചുമ്മാ നിന്നപ്പോ ഞാൻ വാട്സാപ്പ് നമ്പർ ചോദിച്ചതിന് ഒരൊറ്റ ഇടി ഇടിച്ചെന്നറിയാ ഈ പ്രിയദർശിനി. എടാ പ്രിയദർശിനി ബസ് ഇടിച്ചത്. അതിനുമ്പ് അവള് ബസ് വാങ്ങിച്ചാളിയാ. ആരെങ്കിലും കൈ കാണിച്ച് ആ ബൈക്കിന്റെ ബാക്കിൽ കയറി പോണ അവള് എപ്പോഴാളിയാ ബസ് വാങ്ങിച്ചത്? നീ ഏത് പ്രിയദർശിനിയുടെ കാര്യമാണ് പറയണത്? വളമട തിയേറ്ററിന്റെ ബാക്കിൽ താമസിക്കുന്ന ആ പ്രിയദർശിനിയുടെ കാര്യമല്ലേ പറഞ്ഞു? അതാണ് ഞാൻ പറഞ്ഞത്. എടി ഇപ്പൊ സർക്കാർ ഒരു മറ്റേ ബസ് ഉണ്ടല്ലോ പ്രിയദർശിനി, സ്ത്രീകൾക്കൊക്കെ ഫ്രീ ആയിട്ട് പോണത്. ആ ബസ് സംഭവം സത്യം പറഞ്ഞ ഞാൻ പണിക്ക് രാവിലെ ബൈക്കിൽ ഇങ്ങനെ പോവുമായിരുന്നു. ഇവരുടെ ബസ് ഇങ്ങനെ ഫ്രണ്ടിൽ പോവുമായിരുന്നു. ഞാൻ ഹോൺ അടിച്ച ആ ഡ്രൈവർ കേട്ടില്ല. അതെങ്ങനെ കേൾക്കും? അത് പെണ്ണുങ്ങളെല്ലാം കിടന്ന് അലച്ചോണ്ടിരുന്ന പുള്ളി എങ്ങനെ കേൾക്കണത്? അപ്പൊ അവരുടെ തെറ്റല്ല, എന്റെ തെറ്റാണ്. അളിയ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാൻ. വണ്ടി ഇടത്തോട്ട് പോകുമ്പോ അറിയാതെ വന്ന് ഇടിച്ചേ അളിയ അതിലോട്ട്. എന്റെ പൊന്നളിയ എങ്ങനെയൊക്കെ പോയാലും സത്യം പറഞ്ഞ അളിയന്നെ ചെറിയ പരിക്കുകളും കാര്യങ്ങളും വന്നാൽ എനിക്ക് സഹിക്കുന്നതിൽ അപ്പുറമാണ് അളിയ. ഞാൻ പറയുന്നത് എന്റെ തെറ്റാണ്. പണിക്ക് പോയപ്പോ അറിയാതിരിച്ച് നീ ആ വിഷയം വിട്ടാണ് ചുമ്മാ. അളിയ ഇത് എവിടെ പോയത്? എങ്ങോട്ട് പോയത് അളിയ? ഡിക്കി പോയത്. ആദ്യം പറഞ്ഞ് ബൈക്കിൽ പോയി, ഇപ്പൊ വണ്ടി ഡിക്കിലടി കയറി പോയി പറഞ്ഞ് എവിടെ പോയി? നല്ലെന്ന് പണിക്ക് ഇടുക്കിയിലോട്ട് പോയെന്ന്. ഇടുക്കിയിൽ എന്തിനു പോയാ? അവിടെ ഒരു മെയിൻ വർക്ക് എടുക്കാനുണ്ട്. ഇവിടെ മീൻ വറുത്ത ഇടുക്കി എടുക്കാൻ പോയത്. ഇവിടെ ആവശ്യമുള്ള മീൻ വറുത്ത ഇരിപ്പില്ലായിരുന്ന? അവിടെ ഒരു മെയിൻ വർക്ക് തേയിലെന്നുള്ളല്. നിന്റെ പെങ്ങടുത്ത് ഈ കാര്യം ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അവക്കെന്ന് പറഞ്ഞാൽ എനിക്ക് ചെറിയൊരു മുറിവ് പറ്റിയാൽ പോലും അവക്ക് സഹിക്കാൻ പറ്റത്തില്ല. അറിയാളിയ സത്യം പറഞ്ഞാൽ എനിക്ക് പോലെ എന്തെങ്കിലും ഒരു ചെറിയ പരിക്കുപറ്റി പറഞ്ഞാൽ ഭയങ്കര വിഷമമുള്ള പെണ്ണാണ്. നമ്മൾ അങ്ങനെ വളർത്തിയ കൊച്ചാണത്. ഇല്ലാത്ത എന്ത് ഈ പറയുന്നത്? നമുക്ക് വിഷമം കാണൂല. നല്ല വിഷമം പറയണത്. വിഷമം ഉണ്ടാടി നിനക്ക്? നിനക്ക് വിഷമമുണ്ടാ? 100 പ്രാവശ്യം ഞാൻ പറഞ്ഞേട്ടാ, വീട്ടിൽ നിന്ന് പോണേക്ക് മുമ്പ് അമ്പലത്തിൽ പോയി ഉരുണ്ടിട്ട് പോവാവും. നീ എത്ര പറഞ്ഞാലും കേൾക്കില്ല. ആര് പറഞ്ഞു ഉരുണ്ടിരുന്നത്? ചന്തിയിൽ ഇഞ്ചക്ഷൻ വെച്ചപ്പോ കിടന്ന് ഉരുണ്ടത് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. കുഴപ്പമൊന്നുമില്ല അവിടെ. എനിക്കൊന്നും പറ്റിയിട്ടില്ല. നിങ്ങളോട് ഞാൻ എപ്പോഴും പറയണതല്ലേ, ലോകത്തുള്ള പെൺപിള്ളേര് മുഴുവൻ വായി നോക്കും, പറഞ്ഞോട്ട് കേൾക്കൂല. ഇതെന്തുവാ ഇത്? എന്തുവാ ഇത്? ഇത് ഞാൻ പറഞ്ഞ ഈ സാധനം എന്തുവാന്ന് ഞാൻ പറഞ്ഞത്. നീ എന്താ പറയണത്? നമ്മൾ ഒരു ചോരയാണ് അവൾ പറഞ്ഞത്. എനിക്ക് മനസ്സിലാവും. ദൈവമേ, തിങ്സ് ഇട്ട് മാത്രം സംസാരിക്കുന്ന ഒരു കുടുംബം. ഒരക്ഷരം മിണ്ടത്തില്ല വാ തുറന്ന്. എന്തുവാ? നല്ല ഏർപ്പാട് തന്നെ കേട്ടാ. ആശുപത്രി കൊണ്ടുവന്ന ആപ്പിൾ ഒറ്റയ്ക്ക് ഇടണം. എനിക്കൂടെ തരി. തിന്നല്ല, നിന്റെ പെങ്ങളതാ എന്തോരിട്ട് ഒഴിയണത്. അതാവും കാണിച്ചു. അളിയന് വേണ്ടിട്ടല്ലേ കാണിക്കണത്. ഇതെന്തിനാണ് മക്കളെ? കണ്ണാണ് ഇയാൾക്ക് മുഴുവൻ. ചേട്ടന് വല്ല അറിയോ? പിന്നെ എനിക്ക് ഇരിക്കണ കാടമുട്ടാണ് ഇരിക്കണത്.